ഹാഫ് ഉണ്ടാക്കണം, ഹാഫിനോട് വരെ ചിന്ന അങ്ങനെയായിരുന്നു. കറക്റ്റ് സേർ ഉദ്ദേശിച്ച പേര് ഞങ്ങൾ എല്ലാവരും എത്തിയത്. ടീം വർക്ക് നല്ലോണമാണെന്ന് ഇന്നെല്ലാവരും മനസ്സിലായി. ഞാൻ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. താങ്ക് യു. നല്ല അടിപൊളിയായിരുന്നു. ശരിക്കും ഇതുവരെ ഒക്കെ വന്നിട്ടില്ലായിരുന്നു. പിന്നെ സാർ ആ ബുക്ക് വായിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഞാൻ ആ വായിച്ച ബുക്ക് ഞാൻ പിന്നെ റിവ്യൂ ചെയ്ത പേജിന്റെ തൊട്ട് മുമ്പത്തെ പേജിൽ ഞാൻ വായിച്ചെടുത്താം. പിന്നെ ഇതിനകത്ത് വായിക്കാം അങ്ങനെ വിചാരിച്ചത് ഇതിനകത്ത് വായിച്ചു. ഇതിൽ ഞാൻ കുറെ ആലോചിച്ച് പോകണം. ഇന്ന് ചിലപ്പോൾ നന്നാക്കി എടുക്കുന്നില്ല. ഞാൻ വിചാരിച്ച മതിയില്ലാതെ ഇതിൽ തന്നെ ബുക്ക് അവിടെ വെച്ചിട്ട് അവർ ഇന്ന് രാവിലെ ഞാൻ ഇതിനോട് പറഞ്ഞു വീട്ടിലാണ് ബുക്ക് അവരോട് ഫോട്ടോ നിർത്തരാൻ വന്ന് വായിച്ചപ്പോൾ എനിക്ക് സാർ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ബുക്ക് ഇങ്ങനത്തെ വായിക്കേണ്ടതെന്ന്. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു വീട്ടിൽ പോയിട്ട് ഇനി അതെന്തായാലും ഫുള്ളാക്കണം. ശരിക്കും എന്നാ പറയണ്ടേ ക്ലാസ് ആയിരുന്നു. നമുക്ക് ഓരോ ടൈമും ഓരോ ഇതിന് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. സ്ലൈഡ് മനസ്സിൽ നോക്കിയിരിക്കുന്നു. ഞങ്ങൾ ഇന്നലെ തന്നെ ആ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നേ വാങ്ങിക്കണം. അവസാനം എന്താണെന്ന് അറിയില്ല. സെവൻ മാർക്കിന്റെ അനുസരിച്ചാണ് ടീം സ്പിരിറ്റ്. ഇപ്പൊ നാശുര ലീവായിട്ടും ആ ഒരു ഇതില്ലാതെ ഇപ്പൊ പിന്നിന്റെ ഒക്കെ ഒരു കേസില്ലേ, നമ്മൾ 4 പേരുള്ളൂ. പക്ഷെ കുറേ ഇതാക്കിയിട്ടാണ് എന്നാലും നമ്മൾ ആ ഒരു സ്പിരിറ്റ് കീപ്പ് ചെയ്ത്. പിന്നെ അതേപോലെ എനിക്ക് ഞങ്ങളുടെ ടീമിൽ ഏറ്റവും ഇതായത് ഇവനാണ്. ഇവന് അങ്ങനെ ബാക്കോട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷെ ഇത് ഓരോ പ്രാവശ്യവും വായിക്കുമ്പോഴൊക്കെ ഇത് വായിക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞാൽ ഇത് സൗണ്ട് തന്നെ. കാരണം അവനങ്ങനെ സൗണ്ട് ലോ ആയിട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷെ ഓരോ ടൈം പ്രസന്റേഷൻ വായിക്കുമ്പോൾ അവനാണ് ലീഡർ എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അവനക്ക് തന്നെ ഉണ്ട്. ഓരോ നമുക്ക് നല്ല ഉപകാരം ഉണ്ടായിട്ട് എല്ലാവരും നല്ല സ്പിരിറ്റിൽ കളിച്ച് ഇന്നലെ എല്ലാവരും ടോക്ക് ഉണ്ടായിരുന്നു. പോയിന്റ് എടുക്കുമ്പോൾ ചെറിയൊരു കളിയാക്കി ഉണ്ടായിരുന്നു എന്തിനാ പോയിന്റ് നോക്കി. പക്ഷെ ഇന്ന് ആ ഒരു എല്ലാവരും എത്തി. ഇന്നലെ ആ ഒരു ഏകദേശം ഇന്ന് എല്ലാ ടീമും ഒരുപോലെ കളിച്ച് ഇത് എല്ലാവർക്കും നല്ല മാറ്റം ഉണ്ടെങ്കിൽ സിയാദിന് എന്റെ ഒരു കാഴ്ചപ്പാട് നല്ല മാറ്റം. ഇവിടെ ഫസ്റ്റ് സ്ലൈഡ് കാണിച്ചപ്പോൾ സംബന്ധിച്ച് ഭയങ്കര ക്ലാസ് കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി ആയപ്പോൾ ഗ്രൂപ്പായി വിളിച്ചതിന് ശേഷമാണ് കോമ്പറ്റീഷനിലായിട്ട് ഭയങ്കര മത്സരം. ഞങ്ങൾ കുറെ ബാക്ക് ചെയ്തു. അവസാനം എങ്ങനെയൊക്കെ അവരുടെ എത്തി. പിന്നെ അതേപോലെ തന്നെ പറയാനുള്ളത് ഞങ്ങളുടെ ടീം ലീഡർ അൻസിലൊക്കെ ആക്റ്റീവ് അല്ല. അൻസിൽ ഭയങ്കര ആക്റ്റീവായി അൻസിൽ ഭയങ്കര ക്ലിയർ കട്ടായിട്ടാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നത്. പിന്നെ സാറിന്റെ ക്ലാസ് റൂം സാറിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ നല്ല രസമായിരുന്നു. നന്നായി എൻജോയ് ചെയ്തു. താങ്ക് യു. ഇന്ന് പറഞ്ഞാൽ ഈ കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ആ ഒരു പോയിന്റ്സിന് വേണ്ടിയിട്ടുള്ളത് സാധാരണ എല്ലാവരും കറക്റ്റ് ടൈമിൽ കയറി വരുന്നത് 15 മുന്നേ ഇവിടെ എല്ലാവരും എത്തുന്നുണ്ട്. മുന്നേ എത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലായിരുന്നു. അത് സാറ് കൊണ്ടുവന്നാണ് ആ ഒരു കോമ്പറ്റീഷൻ. ആ ഒരു ഇത് അന്ന് എല്ലാവരും ടൈമിൽ എത്തുന്നത് മാറി മുന്നേ എത്തി. അപ്പോൾ സാറ് ആഗ്രഹിച്ചുകൊണ്ട് സാറിനുള്ളതാണ്. ഒട്ടും ബോറെടുക്കാത്ത നല്ലൊരു ക്ലാസ് ആയി. എടുക്കാൻ സിംഗ് ഡാൻസ് അങ്ങനെ തിയറി ആണെങ്കിലും ആ പാട്ട് ഡാൻസ് കൊണ്ടുവന്നപ്പോൾ ഒട്ടും ബോറടിച്ചിട്ടില്ല. പിന്നെ അതുപോലെ എനിക്ക് ഒരു ബന്ധത്തിൽ ഞാൻ എനിക്കധികം വായിക്കാത്ത ആളാണ്. അപ്പോൾ കുറേയൊക്കെ മുന്നേ വായിച്ചതാണ്. അപ്പോൾ ഇന്നലെ പിന്നെ ബുക്ക് എടുത്ത് നോക്കിയത് ഇങ്ങനത്തെ സ്റ്റോറി അങ്ങനത്തെ ബുക്കൊക്കെ. അപ്പോൾ ഈ മുതൽ ബുക്ക് വായിക്കണം. അതാണ് ക്ലാസ്.